അപ്പൊ ഈ സ്ട്രെസ് ഒക്കെ വരുമ്പോ അതിനെ ഓവർകം ചെയ്യണം എങ്ങനെയാണ്? പാട്ട് പാടുവോ? പാട്ട് ഭയങ്കര ഒരു മെഡിസിൻ അല്ലേ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇപ്പൊ ലൈഫിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പ്രശ്നങ്ങൾ പല രീതിയിൽ. അപ്പോൾ നമ്മളൊക്കെയും കടന്നു പോകുന്ന കുറേ ഘട്ടങ്ങളുണ്ടാവും. അതൊക്കെ എന്നെ സ്മൂത്തായിട്ട് ഇപ്പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ പാട്ട് ഭയങ്കര റീസണാണ്. പിന്നെ 2 പില്ലേഴ്സ് വീട്ടിലുണ്ട്, മുരളി മേനനും ഭദ്ര മേനനും, ഭർത്താവും മോളും. ഇപ്പൊ ചേട്ടനെ കുറിച്ച് പറയണതിന് ചേട്ടൻ അത്യാവശ്യം പാട്ട് പാടും. ചേട്ടൻ നന്നായിട്ട് പാടും. പ്രൊഫഷണൽ സിംഗർ തന്നെയാണ്. മുരളി പക്ഷെ ഫിലിംസിൽ പാടിയിട്ടില്ല. നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രത്യേക അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ പാടും എന്ന് പറഞ്ഞാൽ സിനിമ പാടിയിട്ടുണ്ടോ അപ്പൊ മുരളി സ്ഥിരം പറഞ്ഞൊരു ഉത്തരവുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുമ്പോ, ഞാൻ പാടിയിട്ടില്ല, മഞ്ജു പാടി. അപ്പൊ അതാണ് ഒരു അളവുകോൽ. മുരളി അസാധ്യമായിട്ട് പാടുന്ന സിംഗറാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലും എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും കൂടുതലും സംസാരിക്കുന്നുണ്ട്. എല്ലാം ഞങ്ങൾ 3 പേരും എന്താ ഈ പറഞ്ഞ പോലെ ചായ ചർച്ച കുറച്ച് കൂടുതലാണ് അവിടെ. 3 പേരും എല്ലാ ടോപ്പിക്സും വരും. സിനിമ വരും, പാട്ട് വരും, സ്പിരിച്വാലിറ്റി വരും, അങ്ങനെയൊക്കെ. അത് മോളും ഈക്വലി അവളിലും അതിൽ ഇൻവോൾവ് ആയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്.